എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. സമയം 9:08 മാർക്കറ്റ് ഏകദേശം 97 പോയിന്റാണ് മാർക്കറ്റിൽ അപ്പായിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈ, അതായത് ഡേറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 25 മാർച്ച് 25-ാം തീയതിയിലെ ഹൈയിലാണ് മാർക്കറ്റ് 21-ാം തീയതി വന്ന് നിൽക്കുന്നത്. അപ്പോൾ 97 പോയിന്റാണ് മാർക്കറ്റിൽ അപ്പായിരിക്കണം. അപ്പോൾ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഒന്ന് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഡേറ്റ് ഉണ്ട് 30 ഡിസംബർ. 30 ഡിസംബറിന്റെ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു ഹൈ ലെവൽ ഉണ്ട്. അപ്രോക്സിമേറ്റ് ആണ്. അതിന് താഴെ ഒരു റെക്ടാങ്കിൾ, ഒരു റെഡ് ലൈനും ഉണ്ട്. ഈ ലൈൻ വെച്ചിട്ട് ഞാനൊരു ബോക്സ് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സ് നോക്കിയാൽ മതി. തൽക്കാലം അതാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ആ ബോക്സിന്റെ ഹയർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 23,916, ലോവർ ലെവൽ 23,891 അതിന്റെ ലോവർ ലെവൽ. മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കണം. 23,840 23,840 പ്ലസ് 97, 98 കൂട്ടാം. 98 കൂട്ടുമ്പോൾ 23,938, 23,914 മുകളിൽ, 23,914 മുകളിലാണ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 23,914 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് ആണ്. റെക്ടാങ്കിൾ ബോക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശം അപ്പർ ലെവൽ എന്ന് പറയുമ്പോൾ 23,914 തന്നെ കൂട്ടാം. 914 ഏകദേശം 916, ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം 23,892. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവണം. അത് അപ്രോക്സിമേറ്റ് ലെവലാണല്ല. ബഫർ സോണ് ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും. കറക്റ്റ് ലൈനൊന്നും ഇട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ നിലവിൽ 23,914 മുകളിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ 23,916 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 23,909 ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. ആ കൺസോൾട്ടേഷനും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 23,892, 23,868 3 ഡൗൺ സൈഡ് സപ്പോർട്ട് ലെവലുകൾ അല്ലെങ്കിൽ ടാർഗറ്റ് ലെവലുകൾ ഞാൻ മനസ്സിൽ കാണുന്നു. ഇനി മാർക്കറ്റ് ആദ്യത്തെ 15 മിനിറ്റ്സിന്റെ, ഇതിപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന 15 മിനിറ്റ്സിന്റെ ചാർട്ടാണ്. ആ 15 മിനിറ്റ്സിന്റെ ചാർട്ട് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മുകളിലും ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. 23,950 എന്നുള്ള ഒരു ലെവല് പക്ക. 23,950 ഒരു 23,950 എന്നുള്ള ഒരു കൺസോൾട്ടേഷൻ ലെവല് മേളിൽ ഓൾറെഡി നിൽപ്പുണ്ട്. 965 ആ ഒരു ലെവലൊക്കെ വേണമെങ്കിൽ കൂട്ടാം. മുകളിലത്തെ 950, ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഉണ്ട് 941. അപ്പൊ ആദ്യത്തെ 15 മിനിറ്റ്സിന്റെ ക്യാൻഡലിന് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ
രണ്ട് ലെവൽ. ഒന്ന് 942, അതിൻ്റെ മേളത്തെ റിജക്ഷൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 965. ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള താൽക്കാലിക ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ ബോക്സ് വളരെ പ്രധാനപ്പെട്ടൊരു ബോക്സാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ 15 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ ഞാൻ കാണുന്ന ലെവലുകൾ. അപ്പോൾ ഈ റെക്ടാങ്കിൾ ബോക്സിന് മുകളിലായിരിക്കും മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അതായത് അപ്പോട് കൂടിയിട്ടുള്ള റെഡ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ 23,909 ഭാഗത്തൊക്കെ. അപ്പൊ ഏത് ഭാഗത്തേക്കാണ് ആദ്യം ഒരു മാഗ്നറ്റിക് പോലെ മാർക്കറ്റ് പോണതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം ക്യാൻഡിൽ ഓപ്പൺ ചെയ്തേക്കുന്നത് 938 ആണ്. അപ്പോൾ 42-ലും ഒരു മാഗ്നറ്റിക് ലൈൻ ഉണ്ട്, 9-ലും 909-ലും 942-ലും ഒരു മാഗ്നറ്റ് ലെവൽ ഉണ്ട്. ഇത് ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന് മാർക്കറ്റ് പറയാൻ പറ്റില്ല. പിന്നെ 15 മിനിറ്റ്സിന്റെ RSI ഓൾറെഡി ഡൗണിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് ഒരു കംപ്ലീറ്റ് ഡൗൺ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടപേന്ന് അടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഒരു ഹോൾഡിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ ചെറിയൊരു ആവറേജിങ് സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്താലേ ഇന്ന് അത്യാവശ്യം പിടിച്ചു നിൽക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പൊ സ്ട്രൈക്കൊക്കെ ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 23,900 സിയും 24,000 പി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ സ്ട്രൈക്ക് 15 മിനിറ്റിലേക്കൊന്ന് മാറ്റണം. 15 മിനിറ്റിലാണ് കിടക്കണം. മാർക്കറ്റ് ഇപ്പോൾ ഹൈ, ഒരു പീക്ക് ഹൈ ആണോ അതോ മേളിൽ എന്തെങ്കിലും ഹൈ ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. സമയം 9:14 ആയിട്ടുണ്ട്. 202, 215 ഇതൊക്കെയാണ് ആദ്യത്തെ മേജർ സെക്ഷൻ. അതിനുശേഷമാണ് 235, 242 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. 202, 215, 235, 242, 255, 265, 302. മാർക്കറ്റ് ഇവിടെ എവിടെയാണ് ഒരു 10 പോയിന്റ് കിട്ടാൻ പറ്റണമെന്നാണ്. ഈ ടാർഗറ്റിൽ എവിടെയെങ്കിലും മുട്ടുവാണെങ്കിൽ 10 പോയിന്റ് എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇപ്പൊ 166 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 50 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 210, 202, 215 മേജർ റെസിസ്റ്റന്റ്. അപ്പൊ മാർക്കറ്റ് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ താഴെയാണ്. 202-നും 215-നും താഴെയാണെങ്കിൽ 215 എന്നുള്ളത് ഒരു 14 ഭാഗത്തേക്ക് ചിലപ്പോൾ പോകും. ന്യൂട്രലോ 50 പോയിന്റ് ആണെങ്കിലും ആദ്യത്തെ കോൺസെൻട്രേഷൻ എന്തായാലും 202-ലേക്കാണ്. 188 ആയിട്ടുണ്ട്. 214 വരെ പോകാം എന്നാണ് മനസ്സിൽ കണക്കാക്കിയിരിക്കുന്നത്. 202 മാർക്കറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് 214 ലെവലാണ്. 232-ന് മുകളിൽ പോവാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ രാവിലത്തെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആണ്. 202-ലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തത്. 175-ന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും പിയിലേക്ക് നോക്കില്ല എന്നുള്ള തീരുമാനം എടുത്തത് കൊണ്ട് ആദ്യത്തെ ടാർഗറ്റ് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് പി ഗ്രീൻ ക്യാൻഡിലിന്റെ കറക്റ്റ് ലോവിന്നാണ് റിജക്ഷൻ അടിച്ചിട്ട് മാർക്കറ്റ് താഴ്ന്നോട്ട് വന്നിരിക്കുന്നത്. അത് കണക്കെന്ന് പറഞ്ഞാൽ അതാണ്. കണക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കണം കണക്ക്. കറക്റ്റ് ആ പോയിന്റിൽ നിന്നാണ് ഹിറ്റ് ചെയ്ത് താഴ്ത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 202 എന്നുള്ളത് കൺസോൾട്ടേഷൻ ആണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡും ഗ്രീനും മാറി വരും. ദെൻ 210 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 215 അപ്രോക്സിമേറ്റ് 219 വരെയൊക്കെ കിട്ടുമെന്ന് നോക്കും. 215, 19 എന്നുള്ള ലെവലിലേക്ക് ഏത് നിമിഷവും മാർക്കറ്റ് ചിലപ്പോൾ പറന്നൊക്കെ വന്നേക്കാം. കാരണം അതൊരു ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. 162-ലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 155-ന് താഴത്തോട്ട് പോകാതെ അതോടൊപ്പം PE 255-ന് മുകളിലോട്ട് പോവാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യലും നടക്കില്ല. കാരണം രാവിലെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളോ ഒന്നും ഇന്ന് നടക്കില്ല. ഇത്തിരി ആവറേജിങ്ങിന്റെ പരിപാടികളും അതേപോലെ ഒരു ഹോൾഡിംഗ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്
ഇന്ന് മാർക്കറ്റിൽ രാവിലെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചറ പറ അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണ ഇപ്പൊ പല ട്രേഡേഴ്സും പറയണ പോലെ എൻ്റെ എൻട്രി 1:2 റിസ്ക് റിവാർഡ്, ഏത് ട്രേഡ് എടുത്താലും 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, ആ പരിപാടികളൊന്നും ഇന്ന് നടക്കുകയാണ്. ഇന്ന് ലോങ് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ വേണം. 162 പക്ക കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 155 താഴത്തോട്ട് പോകാത്തിടത്തോളം കാലം 215 219 എന്നുള്ള ഒരു ലെവല് എൻ്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് കിടപ്പുണ്ട്. 255ന്റെ മുകളിൽ ക്യാൻഡിൽ മൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഞാൻ പിയിലേക്ക് നോക്കില്ല. രണ്ടാമത്തത് RSI എനിക്ക് റെഡിലേക്ക് പിയുടേത് കയറണം, അല്ലാതെ ഒരു കാരണവശാലും ഞാൻ പിയിലേക്ക് നോക്കുന്ന പ്രശ്നമില്ല. 149 ഭാഗത്തേക്ക് ഒരു ഡംപ് പിയിൽ വരാനുണ്ട്. ആ 149 ഭാഗത്തേക്ക് ഡംപായി പി ഡംപായാൽ സി ഓൾമോസ്റ്റ് ഒരു 214 219 വരെ പോകുമെന്നൊക്കെ ഞാൻ നോക്കും. 217 ആയിട്ടുണ്ട്, 220 ആയിട്ടുണ്ട്. 224 ആയിട്ടുണ്ട്. അടുത്ത റിജക്ഷൻ പോയിന്റ് 235 ആണ്. 235 ബ്രേക്ക് ചെയ്താൽ പിന്നെ 242 കൺസോൾട്ടേഷൻ സോണിലേക്ക് പോയി നിൽക്കത്തുള്ളൂ മാർക്കറ്റ്. കാരണം നമുക്ക് ഇത് വരുന്നതിനെ കാൽക്കുലേറ്റ് ചെയ്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 141 ഭാഗത്തേക്ക് പി ഡൗൺ ആകുമ്പോൾ സിഇ 242 പോയി നിൽക്കുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം. 223 240-45 മെയിൻ ആയിട്ടുള്ള സിയെ സംബന്ധിച്ച് ഒരു കൺസോൾട്ടേഷൻ സോൺ ഉള്ളത്. 245 സിയുടെ ഫൈനലാണ്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു താഴത്തോട്ട് വരണം. അവിടെ നിന്ന് തിരിച്ചു താഴത്തോട്ട് വരുമ്പോൾ ഇപ്പൊ നിലവിൽ പോയിരിക്കുന്നത് 241 വരെ പോയിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് റിജക്ഷൻ പറഞ്ഞത് 240 ആണ്, സെക്കൻഡ് ആണ് 245 പറഞ്ഞത്. അപ്പൊ സീനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് 240 എന്നുള്ള ടാർഗറ്റ് മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി പിയുടെ RSI ക്രോസ് ഓവർ ആയി റെഡിലേക്ക് കയറി കഴിഞ്ഞാലാണ് പിന്നെ SMA ആ പിയുടെ മൂവ്മെന്റ് പോകത്തുള്ളൂ. അപ്പൊ 241 ഇപ്പൊ നിലവില് സിയുടെ ഹൈ വന്ന് നിൽക്കുന്നത്. 241 241 ബ്രേക്ക് ചെയ്ത് 245 കൺസോൾട്ടേഷൻ സോണാണ്. ഓക്കെ, അപ്പൊ സി 245 ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ സിയുടെ ടാർഗറ്റ് ഓൾറെഡി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാക്സിമം ഒരു മൂവ്മെന്റ് കിട്ടിയാലും 270 വരെ മാക്സിമം കിട്ടത്തുള്ളൂ. അപ്പോൾ 245 ആണ് നമ്മളുടെ മാക്സിമം ഒരു ടാർഗറ്റ് ഏരിയ സിയിൽ പറഞ്ഞത്. അപ്പോൾ ടാർഗറ്റ് ഏരിയ ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട്. അപ്പം അതോടുകൂടി സിയുടെ ഇന്നത്തെ പരിപാടി ഏകദേശം അവസാനിപ്പിക്കുകയാണ്. ഇനി പിയിൽ ചെറിയൊരു സ്ട്രൈക്കിൽ ഒരു എൻട്രി ആവറേജിങ്ങിന് വേണ്ടി എടുത്താൽ എന്താണെന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ്. അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം. അത് നീണ്ടൊരു യാത്രയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ്. നിങ്ങൾക്കും ഇതും സാധിക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി പറയാനുള്ളത് പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം. ഒരാളുടെ പാളിച്ച എവിടെയാണെന്ന് മനസ്സിലാക്കി എടുക്കാം.
എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം. ഡെയിലി അരിമേടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നുറുങ്ങു വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നേരിട്ട് വിളിക്കുക, നമുക്ക് സംസാരിക്കാം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. Trading is not a job to take money. Trading is the most spiritual experience you can have with money. Market is collective intelligence, literally like God. Be humble when you make profit. Actually, traders make good spouses, the market make you humble.